ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആയുർവേദത്തിലെ തന്നെ ദിവ്യമായ ഒരു ഔഷധത്തിനെ പറ്റിയിട്ടാണ് വിൽവാദി ഗുളിക. പണ്ട് കാലം തൊട്ടേ ഇത് യൂസ് ചെയ്യുന്നതാണ്. എങ്കിലും കോവിഡിൻ്റെ സമയത്താണ് ഏറെ പ്രചാരം നേടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ദിവ്യ ഔഷധമാണ് എന്ന് പറയാനുള്ള കാരണം, നമ്മളിപ്പോൾ ഒരു ആയുർവേദത്തിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് തയ്യാറാക്കുകയാണെങ്കിൽ ഈ വിൽവാദി ഗുളിക അതിൽ മസ്റ്റായിട്ടും വേണം. ഓരോ പലവിധ രോഗങ്ങൾക്ക് നമുക്ക് ഡിഫറെൻ്റ് അനുപാനാസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇത് രോഗിക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. വളരെ എഫക്റ്റീവാണ്. അതേപോലെ ഇത് ഹെർബലാണ്. മിനറലോ മെറ്റലോ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് സേഫാണ്. നമുക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് പ്രധാനമായിട്ടും പറയുന്നത് വിശേഷ ചികിത്സ സഹസ്രയോഗത്തിലാണ്. അതേപോലെ അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനത്തിൽ സർപ്പവിഷ ചികിത്സയ്ക്കും വിൽവാദി ഗുളിക നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ 13 ദിവ്യ ഔഷധങ്ങളാണ് ചേർക്കുന്നത്. ഇതിൻ്റെ ശ്ലോകമാണ് ഞാനിനി പറയാൻ പോകുന്നത്. ബിൽവസ്യ മൂലം സുരസസ്യ പുഷ്പം ഫലം കരഞ്ചസ്യ നദം സുരാഹ്വയം ഫലത്രികം യോഷ നിഷാദ്വയം ച ബസ്തസ്യ മൂത്രേണ സസൂക്ഷ്മപിഷ്ടം ഭുജംഗം ലൂത ഉന്ദൂര വൃശ്ചികാദേ വിശൂചികാജീർണകരജരീശ്ച ആർത്താനരാൻ ഭൂതവിദാർഷിതാംശ സ്വസ്തീകരോത്യാഞ്ജനപാനനസ്യയോ. ഇതാണ് അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനത്തിലെ ശ്ലോകം എന്ന് പറയുന്നത്. ഇതിൽ മലയാളമാണ് ഞാൻ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ബിൽവസ്യ മൂലം എന്ന് പറയുന്നത് കൂവളമാണ്. സുരസസ്യ പുഷ്പം എന്ന് പറയുന്നത് തുളസിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യുന്നത് ഊങ്ങിൻ്റെ കുരു, തകരം, കടുക്ക, നെൽക്ക, താനുക, ഇത് മൂന്നും കൂടെ ത്രിഫല എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ചുക്ക്, കുരുമുളക്, തിപ്പലി, ദേവതാരം, മഞ്ഞൾ ഇങ്ങനെ 13 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ആട്ടുമൂത്രത്തിൽ ഗോട്ട്സിൻ്റെ യൂറിനാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് കടലമണി വലിപ്പത്തിൽ നമ്മൾ ടാബ്ലറ്റ് ഉണ്ടാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് വിൽവാദി ഗുളികയുടെ യോഗം എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി നാച്ചുറലാണ്. പ്രത്യേകിച്ച് മെറ്റൽസോ മിനറൽസോ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഉപയോഗ രീതിയിലോട്ട് പോവാം. ഉപയോഗ രീതിയെ പറ്റിയിട്ട് അറിയാം. നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ഫുഡ് പോയ്സണിങ്ങിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗുളിക നമുക്ക് കയ്യിൽ കരുതുകയാണെങ്കിൽ ഇൻ കേസ് വോമിറ്റിംഗ് ഓർ ഡയറിയ വരുന്ന സമയത്ത് നമുക്ക് വിൽവാദി ഗുളിക ധൈര്യമായി കഴിക്കാം. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും 2 ടാബ്ലറ്റ് വീതം ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഗ്രഹണി അല്ലെങ്കിൽ IBS ഇറിറ്റേറ്റബിൾ ബവൽ സിൻഡ്രോം, അസഹ്യമായ വയറുവേദനയുടെ കൂടെ നമ്മൾ മലത്തിൽ കഫം പ്രസൻ്റ് ആയിട്ട്, അതായത് മ്യൂക്കസ് ഫ്രോട്ടി പ്രസൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് കാച്ചിയ മോരിൻ്റെ കൂടെ ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് 2 ടാബ്ലറ്റ് വീതം കഴിക്കാവുന്നതാണ്. ഗ്രഹണിയുടെ ചികിത്സ വേറെയാണ്, എങ്കിലും നമുക്ക് ഇതിനെ ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വൈറൽ ഫീവേഴ്സിന് നമ്മൾ ഇന്ദുകാന്തം കഷായത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് വിൽവാദി ഗുളിക അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ ലൂസ് മോഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൂസ് മോഷൻ നമ്മൾ കുടചാരിഷ്ടം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാനും പറ്റുന്നതാണ്. അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനത്തിൽ പറയുന്നത് സർപ്പവിഷ ചികിത്സയിൽ മാത്രമല്ല, നമുക്ക് തേളിൻ്റെ വിഷത്തിലും പഴുതാരയുടെ വിഷത്തിലും എട്ടുകാലിയുടെ വിഷത്തിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധമാണ് വിൽവാദി ഗുളിക. അതേപോലെ ഔപസർഗിക രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, അതേപോലെ വൈറൽ ബാക്ടീരിയൽ ഫീവർ, കോവിഡിനൊക്കെ ബെസ്റ്റായിരുന്നു. ഒരുപാട് നല്ല റിസൾട്ടും കാണുന്നുണ്ടായിരുന്നു അത് കൊടുത്തതിന് ശേഷം. ഇപ്പോൾ വൈറൽ ഫീവറിനാണെങ്കിൽ ദഹനക്കുറവും ക്ഷീണവും തളർച്ചയും എല്ലാം ഉണ്ടാവും അല്ലേ. അപ്പോൾ വിൽവാദി ഗുളിക നമുക്ക് ധൈര്യമായി കൊടുക്കാവുന്നതാണ്. 2 ടാബ്ലറ്റ് വീതം 3 നേരം. അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇന്ദുകാന്തം കഷായമാണ്. പിന്നെ ഗുഡൂജി അമൃതമാണ്, ചിറ്റമൃതമാണ്. അപ്പം അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമുലേഷൻസ് നമുക്ക് വൈറൽ ഫീവറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വിൽവാദി ഗുളികയുടെ കൂടെ. നേരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉള്ളിലോട്ട് കഴിക്കുന്നതിനെ പറ്റിയിട്ടായിരുന്നു. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സ്കിന്നിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതായത് ഇപ്പം എന്തെങ്കിലും ഇൻസെക്ട്സ് ബൈറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന നല്ല ചൊറിച്ചിൽ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം നല്ല ബേണിങ് സെൻസേഷൻ അനുഭവപ്പെടുക, പെയിൻ അനുഭവപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുളസി നീരിലോ അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ കൂടെയോ നമുക്ക് വിൽവാദി ഗുളിക ഒരു 10 എടുത്ത് അരച്ച് നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല വ്യത്യാസം വരുന്നതായിരിക്കും. ഉള്ളിലോട്ട് പടവലാതി കഷായം നമുക്ക് കൊടുക്കാവുന്നതാണ്. രക്തശുദ്ധിയാണ് മെയിനായിട്ട് ഇതുകൊണ്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഒടിവ്, ചതവ്, അല്ലെങ്കിൽ ഇപ്പം ആക്സിഡൻറ്റ് പറ്റി വീഴുക അങ്ങനെ വല്ല അവസ്ഥയിലുമാണെങ്കിലും നമുക്ക് വിൽവാദി ഗുളിക, നീർക്കെട്ടും ചതവും അങ്ങനെയുള്ള അവസ്ഥകളിൽ വിൽവാദി ഗുളികയുടെ കൂടെ പുളിയിലയുടെ
സത്തും കൂടെ ചേർത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് മുരിങ്ങ ഇലയിലും മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല വ്യത്യാസം വരും. ഇതിൻ്റോടൊപ്പം തന്നെ നമുക്ക് മുറുവെണ്ണയും ഒടിവിനും ചതവിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. മുറുവെണ്ണ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ, അതായത് മെയിനായിട്ടും വീഴ്ച, മുറിവ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ബീറ്റാഡിനായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് മുറുവെണ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത്. നമുക്ക് പണ്ട് തൊട്ടേ, പണ്ടിപ്പോൾ കോളറയാണെങ്കിലും മലമ്പനിയാണെങ്കിലും ആ സമയത്ത് വിഷുചികയാണെങ്കിലും നമുക്ക് ധൈര്യമായി വിലുവാദി ഗുളിക കൊടുക്കാമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ കുറേയൊക്കെ ആൾക്കാർ അന്ധമായിട്ട് വേറെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇത് കിഡ്നിക്കാണെങ്കിലും ലിവറിനും പ്രോബ്ലം വരുമെന്ന്. ഈ പറഞ്ഞ 13 ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും മരുന്നുണ്ടോ? നാച്ചുറലായിട്ട് നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന സസ്യങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ വിലുവാദി ഗുളിക. യാതൊരു കാരണവശാലും പേടിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്